ലോകം മുഴുവൻ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം US ഇലക്ഷനാണ്. നവംബറിലാണ് ഇവിടെ ഇലക്ഷൻ നടക്കുന്നത്. കമലാ ഹാരിസും ഡൊണാൾഡ് ട്രംപുമാണ് സ്ഥാനാർത്ഥികളായി അതിശക്തമായ പോരാട്ടം നടത്തുന്നത്. ഇതുവരെയുള്ള വിലയിരുത്തലുകൾ അനുസരിച്ച് മറ്റ് അട്ടിമറികളൊന്നും ഉണ്ടായില്ലെങ്കിൽ ട്രംപ് ഈ ഇലക്ഷൻ സുഖമായി ജയിച്ചു കയറും. ഇലക്ഷൻ പ്രചരണത്തോടനുബന്ധിച്ച് ട്രംപ് നടത്തിയ ഒരു അഭിപ്രായ പ്രകടനമാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടുന്നത്. ട്രംപ് പറയുന്നത്, നോക്കൂ, ഇസ്രായേൽ മാപ്പിൽ ഇപ്പോൾ വളരെ ചെറുതാണ്, ഇതിനെ വലുതാക്കേണ്ട ആവശ്യമുണ്ട്. ഒരു ഇസ്രയേലി കൺവെൻഷനിൽ ഇദ്ദേഹം ആൾക്കാരോട് നമുക്ക് ഇക്കാര്യത്തിൽ വല്ലതും ചെയ്യാനാകുമോ എന്നും അന്വേഷിച്ചിരുന്നു. അതോടെ ഇസ്രായേലിനെ എങ്ങനെ വലുതാക്കാം എന്നുള്ള മാപ്പുകളും ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാൻ തുടങ്ങി. ഇതനുസരിച്ച് ചുറ്റുമുള്ള പ്രദേശങ്ങളുടെ കുറച്ച് ഭാഗങ്ങൾ ചേർത്ത് ഇസ്രായേലിന്റെ വലിപ്പം കൂട്ടും. അത് മിഡിൽ ഈസ്റ്റിലെ സൂപ്പർ പവർ കൺട്രിയായി മാറുകയും ചെയ്യും. ട്രംപിന്റെ പ്രസ്താവന ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലും ചർച്ചയായിരിക്കുകയാണ്. ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തനായ ഇസ്രായേൽ അനുകൂലിയായ പ്രസിഡന്റിനെയാണോ അമേരിക്കയ്ക്ക് ലഭിക്കാൻ പോകുന്നത് എന്നാണ് അവരുടെ ചോദ്യം. ഇസ്രായേലിന്റെ വലിപ്പം കൂട്ടണം എന്ന പ്രസ്താവന മാത്രമല്ല ട്രംപ് നടത്തിയത്, അദ്ദേഹം പുതിയൊരു യൂണിവേഴ്സിറ്റി നിയമവും കൊണ്ടുവരും. കാരണം ഇസ്രായേലിനെ എതിർത്തും ഹമാസ് തീവ്രവാദികളെ അനുകൂലിച്ചും നിരവധി പ്രക്ഷോഭങ്ങൾ അമേരിക്കൻ യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ച് നടന്നു. ട്രംപ് പറയുന്നത്, ഇങ്ങനെ ജിഹാദി ആശയങ്ങളുമായി അവിടെ കുടിയേറിയിട്ടുള്ളവരെ അമേരിക്കയിൽ നിന്നും പുറത്താക്കും. ഇസ്രായേൽ നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്നവരെ തന്റെ രാജ്യത്ത് വേണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏതെങ്കിലും യൂണിവേഴ്സിറ്റികൾ ഇതുപോലുള്ള ജിഹാദി സമരങ്ങൾക്ക് വേദിയാവുകയാണെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന ഫണ്ട് പൂർണ്ണമായും കട്ട് ചെയ്യും. If you hate America, if you want to eliminate Israel, then we don't want you in our country. We really don't want you in our country. ഇസ്രയേലിന് ഇപ്പോൾ ഏറ്റവും അധികം ഭീഷണിയായിരിക്കുന്നത് ഇറാനാണെന്നും അദ്ദേഹം പറയുന്നു. ട്രംപ് അധികാരത്തിലിരുന്നപ്പോഴും ഇറാനോട് ഒരുതരം ശത്രുതാ മനോഭാവമാണ് പുലർത്തിയിരുന്നത്. ഈ സമയത്താണ് ഇറാനെതിരെ ഓയിൽ ബാൻ കൊണ്ടുവന്നതും. അതുവരെ ഇന്ത്യയും ജപ്പാനും ചൈനയുമെല്ലാം വളരെ കുറഞ്ഞ വിലയിൽ ഇറാനിൽ നിന്നാണ് എണ്ണ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ത്യ ഓയിൽ ഇറക്കുമതി നിർത്തി. അതേസമയം ചൈന നിയമവിരുദ്ധമായ വഴികളിലൂടെ ഇറാനിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങിക്കൊണ്ടേയിരുന്നു. ഈയിടെ തന്റെ ക്യാമ്പയിന് നേരെ ഹാക്കിംഗ് ഉണ്ടായി, അത് ഇറാനാണ് ചെയ്തതെന്നും ട്രംപ് ആരോപിച്ചിരുന്നു. ഇറാനാണ് ട്രംപിനെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് US ഗവൺമെന്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. അതുകൊണ്ട് തന്നെ ട്രംപ് അധികാരത്തിൽ വന്നാൽ ഇറാന് ഏറ്റവും മോശപ്പെട്ടൊരു സമയമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അമേരിക്കൻ അക്കാഡമീഷ്യന്മാരും വെളിപ്പെടുത്തുന്നത്, സാമ്രാജ്യത്തിന്റെ വലിപ്പം കൂട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു ഗവൺമെന്റാണ് ഇപ്പോൾ ഇസ്രായേലിൽ അധികാരത്തിലിരിക്കുന്നത്. ജോർദാൻ നദി മുതൽ മെഡിറ്ററേനിയൻ കടൽ വരെയുള്ള പ്രദേശങ്ങൾ ഇവരുടെ അധികാര പരിധിയിലാക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതനുസരിച്ച് ഭാവിയിൽ ഗ്രേറ്റർ ഇസ്രായേലിൽ ഉൾപ്പെടാൻ പോകുന്ന ആദ്യ പ്രദേശം ലെബനനിൽ നിന്നാണ്. സിറിയയുടെ നല്ലൊരു ഭാഗം, ടർക്കിയുടെ ചെറിയ ഭാഗം, ഇറാനിൽ നല്ലൊരു ഭാഗം, സൗദി അറേബ്യയിൽ നിന്നും ഈജിപ്തിൽ നിന്നും കുറേ മേഖലകൾ ഉൾപ്പെടുത്തിയാണ് ഇസ്രായേൽ വലുപ്പം കൂട്ടാൻ ഒരുങ്ങുന്നത്. സാമ്പത്തികമായി നോക്കിയാലും ശക്തിയുടെ കാര്യത്തിലായാലും ഇതൊരു അതിശക്തമായ രാജ്യമായി മാറാനാണ് സാധ്യത. ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ലോകത്ത് ഇനി അങ്ങോട്ട് പരസ്പര യുദ്ധവും കലഹവും ഒഴിഞ്ഞുള്ള നാളുകൾ ഉണ്ടാകില്ലെന്നാണ്.